ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ആകാശത്തിലെ മേഘങ്ങളെക്കുറിച്ച് പഠിക്കാം. ആകാശം, മേഘങ്ങൾ ഇവയൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിവരാത്തതാണല്ലേ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കിയിരിക്കാനും അതുപോലെ തന്നെ മേഘങ്ങളെ നോക്കിയിരിക്കാനും ഒക്കെ നല്ല രസമാണ്. നമുക്കിന്ന് മേഘങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാം. ആദ്യമായിട്ട് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. നമ്മൾ പഠിക്കാൻ പോകുന്നത് മേഘങ്ങളെക്കുറിച്ചാണല്ലേ. അപ്പോൾ മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം, മേഘങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നെഫോളജി. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് നെഫോളജി എന്നാണ്. മേഘങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇത് നെഫോളജി. നമുക്കറിയാം, മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. മഴ, മേഘം, മഞ്ഞ് ഇവയൊക്കെ കാണപ്പെടുന്ന ട്രോപ്പോസ്ഫിയർ, ഏറ്റവും താഴ്ന്ന പാളിയായ ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ് ഈ മേഘങ്ങൾ കാണപ്പെടുന്നത്. മേഘങ്ങൾ കൂടുതലായും കാണപ്പെടുന്ന പാളിയാണിത് ട്രോപ്പോസ്ഫിയർ. ഇനി ഈ മേഘങ്ങളെ അവയുടെ ഉയരം, വിസ്തൃതി, സാന്ദ്രത, രൂപം ഇവയൊക്കെ അടിസ്ഥാനമാക്കി വർഗീകരിച്ചിട്ടുണ്ട്. ഈ മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ലൂക്ക് ഹെവാർഡ് ആണ്. 1803 ലൂക്ക് ഹെവാർഡ് ആണ് മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചത്. ഇദ്ദേഹം വർഗീകരിച്ചതിന്റെ അടിസ്ഥാനം രൂപം, ഉയരം, വിസ്തൃതി, സാന്ദ്രത എന്നിവയൊക്കെ തന്നെയാണ്. ഇതിൽ ഉയർന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന മേഘങ്ങൾ, ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഉന്നതതല മേഘം. ഇവ 5000 മീറ്ററിനും മുകളിലാണ് കാണപ്പെടുന്നത്. 5000 മീറ്ററിനും മുകളിൽ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഉന്നതതല മേഘം. ഈ ഉന്നതതല മേഘങ്ങൾക്ക് ഉദാഹരണമാണ് സിറസ്, സിറോസ്ട്രാറ്റസ്, സിറോക്യുമുലസ് എന്നിവയൊക്കെ ഉന്നതതല മേഘങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് മധ്യതല മേഘം. ഈ മധ്യതല മേഘങ്ങൾ എന്ന് പറഞ്ഞാല് 2000 മീറ്റർ മുതൽ 5000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ്. 2000 മീറ്റർ മുതൽ 5000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇത് മധ്യതല മേഘങ്ങൾ. ഈ മധ്യതല മേഘങ്ങൾക്ക് ഉദാഹരണമാണ് ആൾട്ടോ സിറസ്, ആൾട്ടോ സ്ട്രാറ്റസ്, ആൾട്ടോ നിംബസ് എന്നിവ. ഉദാഹരണങ്ങള് ശ്രദ്ധിക്കുക: ആൾട്ടോ സിറസ്, ആൾട്ടോ സ്ട്രാറ്റസ്, ആൾട്ടോ നിംബസ് എന്നിവ. ഇനി ഏറ്റവും താഴ്ന്ന തലങ്ങളിൽ കാണപ്പെടുന്ന നിമ്നതല മേഘം. ഈ നിമ്നതല മേഘങ്ങൾ 2000 മീറ്റർ വരെയുള്ള ഉയരങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് ഉദാഹരണമാണ് ക്യുമുലസ് സ്ട്രാറ്റസ്, ക്യുമുലോനിംബസ്, നിംബോസ്ട്രാറ്റസ് എന്നിവ. ഇനി പ്രധാനപ്പെട്ട കുറച്ച് മേഘങ്ങളെ കുറിച്ച് PSC ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് മേഘങ്ങളെ, അവയുടെ രൂപത്തെയും കുറിച്ച് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഒരു മേഘമാണ് സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങളിലെ അവയെ തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഈ സിറസ് മേഘങ്ങൾ. ഇത് നിരവധി തവണ PSC പരീക്ഷകൾ ആവർത്തിച്ച ചോദ്യമാണ്. നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമേത്, കൈച്ചൂലുകൾ പോലെ കാണപ്പെടുന്ന മേഘമേത് എന്നൊക്കെ നമുക്ക് നോക്കാം. നേർത്ത തൂവൽക്കെട്ട് പോലെ അല്ലെങ്കിൽ കൈച്ചൂല് പോലെ, ചൂലില്ലേ, കൈച്ചൂല് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇത് ഈ സിറസ് മേഘങ്ങൾ. ഇവ ഉയർന്ന വിതാനങ്ങളിലാണ് കാണപ്പെടുന്നത്, ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നു. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇത് സിറസ് മേഘങ്ങൾ. നല്ല വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. തെളിഞ്ഞ പകലും ഇത്തരം മേഘങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നല്ല തെളിഞ്ഞ പകൽ സമയങ്ങളിലും എന്തുണ്ട്, ഇത്തരം മേഘങ്ങളെ നമുക്ക് കാണാൻ പറ്റും. സിറസ് മേഘങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ശ്രദ്ധിക്കുക. നേർത്ത തൂവൽക്കെട്ട് പോലെ അല്ലെ, അതായത് ചൂലിന്റെ, കൈച്ചൂലിന്റെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ഇവ വളരെ ഉയർന്ന വിതാനങ്ങളിലാണ്, വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. തെളിഞ്ഞ പകലുള്ള സമയങ്ങളിലും ഇവയെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു മേഘമാണ് ക്യുമുലസ് മേഘങ്ങൾ. ചിത്രം നോക്കുക. അതായത് ചെമ്മരിയാടിന്റെ ഒരു പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നില്ലേ, ചെമ്മരിയാടിന്റെ രോമക്കെട്ട് പോലെ അല്ലെങ്കിൽ പഞ്ഞിക്കെട്ട് പോലെ, അതുമല്ലെങ്കിൽ കോളിഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇത് ക്യുമുലസ് മേഘങ്ങൾ. കാണപ്പെടുന്നത് ചെമ്മരിയാടിന്റെ രോമക്കെട്ട് പോലെ അഥവാ പഞ്ഞിക്കെട്ട് പോലെ, അതുമല്ലെങ്കിൽ കോളിഫ്ലവറിന്റെ രൂപത്തിലാണ് ഇവ കാണപ്പെടുന്നത് എന്ന് പറയാം. ഇവ നോക്കുക, ചിത്രത്തിലുള്ളത് പോലെ തന്നെ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന മേഘങ്ങളാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്ന മേഘങ്ങളാണ്.
ഈ മേഘങ്ങൾ രൂപപ്പെടുന്നത്, ഈ ക്യുമുലസ് മേഘങ്ങൾ രൂപപ്പെടുന്നത് സംവഹന പ്രക്രിയ മൂലം രൂപപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? ക്യുമുലസ് മേഘങ്ങൾ. ഈ ക്യുമുലസ് മേഘങ്ങള് പ്രസന്നമായ കാലാവസ്ഥ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ഏത്? ക്യുമുലസ് മേഘങ്ങൾ. മേഘങ്ങൾ വന്ന് ഇരുട്ട് മൂടുന്ന മേഘങ്ങൾ ഏതാണ്? ആ മേഘങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. നല്ല മഴയുള്ള സമയത്ത് ഇരുട്ട് മൂടും അല്ലെ, മേഘങ്ങളെ കൊണ്ട് നമ്മൾ വെളിച്ചില്ലാതിരിക്കും അല്ലെ. പക്ഷെ ഇതങ്ങനെയല്ല. ക്യുമുലസ് മേഘങ്ങൾ എങ്ങനെയാണ്? പ്രസന്നമായ കാലാവസ്ഥ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ഏത്? ക്യുമുലസ് മേഘങ്ങൾ. അപ്പോ ചെമ്മരിയാടിന്റെ രോമക്കെട്ട് പോലെ, പഞ്ഞിക്കെട്ട് പോലെ, കോളിഫ്ലവർ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? ക്യുമുലസ് മേഘങ്ങള്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, സംവഹന പ്രക്രിയ മൂലമാണ് ഏത്? ക്യുമുലസ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ഏത്? ക്യുമുലസ് മേഘങ്ങൾ. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് മേഘങ്ങൾ അടുക്കുകളായി, പാളികളായി ഒക്കെ കാണപ്പെടുന്ന മേഘങ്ങൾ. ചിത്രത്തിൽ നോക്കുക, അടുക്കുകളായി, അടുക്കി വെച്ചതുപോലെ അല്ലെ, അല്ലെങ്കിൽ ഇതാ പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? സ്ട്രാറ്റസ് മേഘങ്ങൾ. ഈ സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിതാനങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവ ഇങ്ങനെ അടുക്കുകളായി കാണപ്പെടാൻ കാരണം വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായുവിന്റെ സങ്കലനം വഴിയാണ്. വ്യത്യസ്ത ഊഷ്മാവ്, പലതരത്തിലുള്ള ഊഷ്മാവിലുള്ള വായു കൂടിച്ചേരുന്നതിന്റെ ഭാഗമായാണ് ഈ സ്ട്രാറ്റസ് മേഘങ്ങള് ഇങ്ങനെ അടുക്കുകളായി, പാളികളായി കാണപ്പെടുന്നത്. ഇവയെ ശൈത്യകാല മേഘങ്ങൾ എന്ന് കൂടി വിളിക്കും. ശൈത്യകാല മേഘങ്ങളാണ് ഏത്? ഈ സ്ട്രാറ്റസ് മേഘങ്ങൾ. മൂടൽ മഞ്ഞ് രൂപത്തിൽ കാണപ്പെടുന്നു. ഇനി ചാറ്റൽ മഴയുള്ള അവസ്ഥയിലും കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? ഈ സ്ട്രാറ്റസ് മേഘങ്ങൾ. ചാറ്റൽ മഴയുള്ള സമയങ്ങളിലെ ശൈത്യകാല മേഘങ്ങളാണ്, മൂടൽ മഞ്ഞ് രൂപത്തിൽ കാണപ്പെടുന്നു. ഇവയൊക്കെ ഏതാണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. പ്രധാനപ്പെട്ട ചോദ്യം, അടുക്കുകളായി, പാളികളായി ഒക്കെ കാണപ്പെടുന്ന മേഘങ്ങൾ, താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? സ്ട്രാറ്റസ് മേഘങ്ങൾ. അടുത്തത് നിംബസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇതാണ്. ഇത് പല പ്രാവശ്യം പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. കറുത്തിരുണ്ട് സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത മേഘങ്ങൾ. സൂര്യപ്രകാശത്തെ ഒട്ടും തന്നെ കടത്തിവിടാത്ത മേഘങ്ങൾ ഏതാണ് എന്ന് പല പ്രാവശ്യം PSC ആവർത്തിച്ചിട്ടുണ്ട്. ഈ മേഘങ്ങൾ, അതായത് നിംബസ് മേഘങ്ങൾ കറുത്തിരുണ്ട് കാണപ്പെടുന്നു. ഇവ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത മേഘങ്ങളാണ്. മഴമേഘങ്ങൾ, ഇടിമേഘങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? ഈ നിംബസ് മേഘങ്ങൾ. ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കറുത്തിരുണ്ട് അല്ലെ. എന്താ, സൂര്യപ്രകാശത്തെ ഒന്നും കടത്തിവിടാതെ കറുത്തിരുണ്ടിട്ടാണ് ഈ മേഘങ്ങൾ ഉള്ളത്. ഇവ സാന്ദ്രത വളരെ കൂടിയ മേഘങ്ങളാണ്. മാത്രവുമല്ല ഉയരം കുറഞ്ഞ വിതാനങ്ങളാണ് ഇവ കാണപ്പെടുന്നത്. ഇവയ്ക്ക് പ്രത്യേകം ആകൃതിയൊന്നുമില്ല. അടുത്തത്, ഭൂമിയോട് ചേർന്ന് കാണപ്പെടുന്ന മേഘങ്ങളെ ഫോഗ് എന്നാണ് പറയുക. ഭൂമിയോട് ചേർന്ന് കാണപ്പെടുന്നവ എന്താണ്? ഫോഗ് ആണ്. ഇനി പർവ്വതങ്ങൾക്ക് മുകളിൽ കാണപ്പെടുന്ന മേഘങ്ങളെ ബാനർ മേഘങ്ങൾ എന്നൊരു പേര് വിളിക്കും. പർവ്വതങ്ങൾക്ക് മുകളിൽ കാണപ്പെടുന്ന മേഘങ്ങളെ എന്ത് വിളിക്കും? ബാനർ മേഘങ്ങൾ. അതുപോലെ മീനിന്റെ ചെതുമ്പൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ മീനിന്റെ ചെതുമ്പൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇത്? സിറോക്യുമുലസ്. മീനിന്റെ ചെതുമ്പൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇത്? സിറോക്യുമുലസ്. അടുത്തത്, ശക്തമായ ഇടിമഴയ്ക്ക് കാരണം ക്യുമുലോനിംബസ് ആണ്. ശക്തമായ ഇടിമഴയ്ക്ക് കാരണം, നമ്മൾ പഠിച്ചു അല്ലെ, നിംബസ് മേഘങ്ങൾ, കറുത്തിരുണ്ട മേഘങ്ങൾ അല്ലെ. അപ്പൊ ശക്തമായ ഇടിമഴയ്ക്ക് കാരണമായ മേഘങ്ങൾ ഏതാണ്? ക്യുമുലോനിംബസ് ആണ്. നിംബസും ക്യുമുലസും ചേർന്ന മേഘങ്ങളാണ് ഏത്? ക്യുമുലോനിംബസ്. അടുത്തത്, സൂര്യനും ചന്ദ്രനും ചുറ്റുമുള്ള മഞ്ഞ വലയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂര്യനും ചന്ദ്രനും ചുറ്റുമുള്ള മഞ്ഞ വലയങ്ങളിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത്? സിറോസ്ട്രാറ്റസ്. സൂര്യനും ചന്ദ്രനും ചുറ്റുമുള്ള മഞ്ഞ വലയങ്ങളിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇത്? സിറോസ്ട്രാറ്റസ്. ഇനി വിമാനയാത്രയ്ക്ക് തടസ്സമാകുന്ന മേഘങ്ങളാണ്, അവയ്ക്ക് ഒരു പേരുണ്ട്, എയർ പോക്കറ്റ്സ്. വിമാനയാത്രയെ തടസ്സപ്പെടുത്തുന്ന മേഘങ്ങളെ എന്ത് വിളിക്കും? എയർ പോക്കറ്റ്സ്. ഇത്രയുമാണ് മേഘങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട്. മറ്റൊരു ഡീറ്റെയിൽ ആയ വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ. താങ്ക് യു.